നമസ്കാരം. കുറച്ചു കാലം മുമ്പ് കറുപ്പിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് എന്തോ ആവശ്യത്തിന് പുറത്തിറങ്ങിയ ഒരു സ്ത്രീയെ അപമാനിച്ചത് നമുക്കറിയാം. അവർ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി വൈകുന്നേരം വിട്ട കഥയൊക്കെ നമ്മൾ കേട്ടിരുന്നു. അതുപോലെ കറുത്ത തുണി എവിടെ കണ്ടാലും, കറുത്ത കണ്ണട കണ്ടാലും, പിന്നെ കറുത്ത തലമുടി അത് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. എന്നാലും പറ്റുമെങ്കിൽ മൊട്ടയടിച്ച് വരണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഏതായാലും കറുപ്പ് എന്നത് പുറത്ത് കണ്ടാൽ പ്രശ്നമുണ്ടാകുന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അതിന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത് കറുപ്പിട്ടുകൊണ്ട് ഇപ്പൊ ചെല്ലാവോ എന്നറിയില്ല. കറുപ്പിനെ പേടി, അല്ലെങ്കിൽ കറുപ്പിനോട് ദേഷ്യം, മൈക്കിനോട് ദേഷ്യം, ഇതൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പൊ ഗവർണർക്കും കറുപ്പിനെ പേടി. ഇനി ഗവർണർക്കും കറുപ്പിനെ പേടി എന്ന് നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന് ചേർത്തതാണോ എന്നറിയില്ല. തിരുവനന്തപുരത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ 18-ാം തീയതി പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഒരു സ്കൂളിൽ, പെരേര കാരമോട് ബിഷപ്പ് പെരേര സ്കൂൾ, മംഗലാപുരം, തിരുവനന്തപുരം മംഗലാപുരത്ത്. അവിടെ അന്നേ ദിവസം കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് ആരും വരാൻ പാടില്ല എന്നൊരു സർക്കുലർ വന്നതായിട്ട് പറയുന്നുണ്ട്. അത് സ്കൂൾ അധികൃതരാണ് കൊടുക്കുന്നത്. പക്ഷെ സ്കൂൾ അധികൃതർ അങ്ങനെ ഒരു സർക്കുലർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ ഗവർണറുടെ ഓഫീസ്, അതല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്. നമ്മൾ പണ്ടൊരു ചൊല്ലു പറയുമല്ലോ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നതുപോലെയാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കറുപ്പിനോടുള്ള ഒരു ഭയം, കറുപ്പ് കാണിക്കുന്നതിനുള്ള ഭയം. പണ്ട് അദ്ദേഹം എതിരാളികളെ അല്ലെങ്കിൽ എതിർ പാർട്ടി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരിങ്കൊടി കാണിക്കാൻ നിന്നിട്ടുണ്ട്. ആ കരിങ്കൊടിയെ ന്യായീകരിച്ചിട്ടുണ്ട്. കറുപ്പ് കാണിക്കുന്നതിനും സിന്ദാബാദ് വിളിക്കുന്നതിനും മുന്നിൽ ചാടുന്നതിനും ഒക്കെ പ്രതിഷേധം ഞങ്ങളുടെ അവകാശമാണ്, പ്രതിഷേധത്തിന്റെ അവകാശമാണ്, സമരം അവകാശമാണ്, പൊതുജനങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഭരണത്തിലെത്തിയപ്പോൾ അത് മറന്നു. അത് ഞങ്ങൾ ഭരണത്തിരിക്കുമ്പോഴല്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് അത് അവകാശം. ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ കറുപ്പ് എന്ന് പറയുന്നത് നിരോധിച്ചേക്കുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ട് നമ്മൾ മുന്നിൽ വരാൻ പാടില്ല എന്നൊരു നിലപാടെടുക്കുന്ന നമ്മൾ കണ്ടു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കറുപ്പ് കാണുന്നിടത്തൊക്കെ വലിയ പ്രശ്നമായത്. കരിങ്കൊടിയും കൊണ്ട് മുന്നോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും റോഡിലേക്ക് ചാടണമെങ്കിൽ അവരെ രക്ഷാപ്രവർത്തനം നടത്തുക, അവരെ തല്ലി ഓടിക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഗവർണർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗവർണറുടെ മുന്നിലേക്ക് കരിങ്കൊടി കാണിക്കുക, കരിങ്കൊടി എടുത്തുകൊണ്ട് ചാട്. ഗവർണർ കേരളത്തിലെ പ്രഥമ പൗരനായിട്ട് കൂടി, ഒരു ഭരണഘടനാ പദവിയുള്ള ഒരാളായിട്ട് കൂടി അദ്ദേഹത്തെ സുരക്ഷിതമായി യാത്ര അയക്കേണ്ടത് ഇവിടുത്തെ പോലീസിന്റെ ചുമതലയാണ് എന്ന് ഇരിക്കെ, അതേ പോലീസിന്റെ തണലിൽ നിന്നുകൊണ്ട് SFIയുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ കരിങ്കൊടി കൊണ്ട് ചാടി വീഴുന്നതൊക്കെ നമ്മൾ കണ്ടു. കറുത്ത തുണി എടുത്തുകൊണ്ട് ചാടുന്നത് അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ നേരെ ആയപ്പോൾ അത് നിരോധിക്കുകയും ചെയ്തിരുന്നു. എന്നതുപോലെ ഇപ്പോ 18-ാം തീയതി നടക്കുന്ന സ്കൂൾ വാർഷിക പരിപാടിയിൽ മംഗലാപുരത്ത് ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് കറുപ്പ് നിരോധിച്ചത് എന്നതിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അത് ഗവർണർ അങ്ങനെ പറയാൻ സാധ്യത ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഗവർണർക്ക് കറുപ്പിനോട് അത്ര ഒരു ഭയമുണ്ടെന്ന് തോന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കറുത്ത തുണി ഇങ്ങനെ കാണിച്ച് പ്രതിഷേധിച്ചാൽ എന്താ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്? അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശമുണ്ടല്ലോ. നമ്മൾ ഹക്ക ഡാൻസ് കളിച്ചുകൊണ്ട് ന്യൂസിലൻഡ് നിയമസഭയിൽ കണ്ടില്ലേ, ഒരു പ്രതിനിധി കണ്ടില്ലേ പ്രതികരിച്ചത്? സസ്പെൻഷനൊക്കെ കിട്ടും. അപ്പോൾ പ്രതികരണം എല്ലായിടത്തും ഉണ്ട്. അത് അതേ പോസിറ്റീവായി നമ്മൾ എടുക്കുക. പകരം അവരെ തല്ലി ഒതുക്കുക അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുക, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അത് അവരുടെ പ്രതിഷേധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഷേധിക്കപ്പെടാതെ മര്യാദയ്ക്ക് നടക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ മതി. ഒരു ഗവർണർ ആണെന്നുണ്ടെങ്കിൽ ഗവർണറുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ കരിങ്കൊടിയൊന്നും കാണേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ സർക്കാർ ആയതുകൊണ്ട് ഒരു പക്ഷേ കിട്ടിയെന്നും വരാം. അതുപോലെ തന്നെ പിണറായി സർക്കാരിനോടും പറയാനുള്ളത്, പിണറായി മുഖ്യമന്ത്രി ഇങ്ങനെ പോകുന്ന വഴിക്ക് കരിങ്കൊടി കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നല്ലൊരു മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ കരിങ്കൊടി കൊണ്ട് ചാടേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ കരിങ്കൊടി കൊണ്ട് ചാടേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും കരിങ്കൊടി പോയിട്ട് എന്ത് കൊടിയും കൊണ്ടും ഇപ്പൊ പൊതുനിരത്തിലൂടെ ഓടാൻ പറ്റാത്ത, സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ആ വാസ്തവം മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ഗവർണർക്കും അതേ ഗതികേടാണ്. ഗവർണർക്കും പുറത്തിറങ്ങാൻ വയ്യ. അദ്ദേഹത്തിന്റെ നില എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രതിഷേധാർഹമാണ്. ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ വെറുക്കുന്നുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരെങ്കിലും ഇടപെട്ട് ഈ കറുത്ത വസ്ത്രം നിരോധിച്ചതാണോ എന്നും സംശയിക്കുന്നതിൽ തെറ്റാണെന്ന് തോന്നുന്നില്ല. Different angles. Don't forget to subscribe and support this channel.